എൻ്റെ പേരാണ് നിരുപമ. ഞാൻ CAUP സ്കൂൾ മമ്പാടിലാണ് പഠിക്കുന്നത്. ഇത് നോക്കൂ, ഇത് ഞാൻ വായിച്ച കഥാപുസ്തകമാണ്. ഇതിൻ്റെ പേരാണ് അങ്ങനെ ഞങ്ങളും സ്കൂളിൽ എത്തി. ഇതൊരു മഞ്ചാടിക്കുരുവിൻ്റെയും കുന്നിക്കുരുവിൻ്റെയും കഥയാണിത്. ഒരു വലിയ ഒരു കാട്ടില് ഒരു മഞ്ചാടിക്കുരുവിൻ്റെ മരത്തില് ഒരു കുഞ്ഞിച്ചെടിയുടെ വള്ളികൾ പടർന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അവരുടെ കൂട്ടുകാരായിട്ട് രണ്ടുറുമ്പും ഒരു അണ്ണാനും രണ്ട് കുയിലും ഉണ്ടായിരുന്നു. ഒരു ദിവസം പെട്ടെന്നൊരു മഴ വന്നു. മഴവെള്ളത്തിൽ ഒലിച്ചു പോയ മഞ്ചാടിക്കുരു കുന്നിക്കുരുവും ഒരു പട്ടണത്തിലെത്തി. അപ്പോൾ അതുവഴി സ്കൂളിലേക്ക് പോണ രണ്ട് കുട്ടികൾ അവരെ എടുത്തിട്ട് സ്കൂളിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് മഞ്ചാടിക്കുരുവും കുന്നിക്കുരുവും സ്കൂളിലൊക്കെ കറങ്ങി നടന്നു. എന്നിട്ട് അവർ മഞ്ചാടിക്കുരുവും കുന്നിക്കുരു ഗ്രൗണ്ടിലെത്തി. മഞ്ചാടിക്കുരു പറഞ്ഞു, ഞാൻ ഒരു അമ്മ മരത്തിന് പോലെ ഇവിടെ നിന്നിട്ട് വളർന്നു വലുതായിട്ട് ഒരു അമ്മ മരത്തിന് പോലെ ആവാ പറഞ്ഞു. കുന്നിക്കുരു വിചാരിച്ചു, അമ്മ ചെടിയെ പോലെ വളർന്ന് ഇവിടെ വലുതാവാ വിചാരിച്ചു. അങ്ങനെ കുന്നിക്കുരു മഞ്ചാടിക്കുരു സ്കൂളിൻ്റെ ഗ്രൗണ്ടിലത്തെ മണ്ണിൽ നിന്ന് ഉറങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മഞ്ചാടിക്കുരു മുളച്ചു. എന്നിട്ട് 4 ആഴ്ച കഴിഞ്ഞിട്ട് കുന്നിക്കുരു മുളച്ചു. എന്നിട്ട് കുട്ടികളൊക്കെ അതിനൊക്കെ വെള്ളമൊഴിച്ചപ്പോൾ അത് മഞ്ചാടിക്കുരുവിൻ്റെ മരവും കുന്നിക്കുരുവിൻ്റെ ചെടിയും വളർന്നു വലുതായി. മഴക്കാലം കഴിഞ്ഞു, വേനൽക്കാലം കഴിഞ്ഞു, മഞ്ഞുകാലം കഴിഞ്ഞു. മഞ്ചാടി മരം ഒരു വലിയൊരു മരമായി. കുന്നിച്ചെടിയുടെ വള്ളി അതിൽ പടർന്നു കയറി. കാട്ടിൽ നിന്ന് അവിടെ കൂട്ടുകാരായ അണ്ണനും കുയിലുകളും ഉറുമ്പുകളും സ്കൂളിലേക്ക് വന്നു. ഈ കഥ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് എഴുതിയത് ഡോക്ടർ ഷൈല ജാസ്മിനും ഉഷ നന്ദിനിയാണ് എഴുതിയത്. ഈ പുസ്തകത്തിലെ ഭംഗിയുള്ള ചിത്രങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ വരച്ചത് സന്തോഷ് വെളി അഞ്ഞൂറാണ് വരച്ചത്.